സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പിടിയിലായ ജില്ലാ പഞ്ചായത്ത് അംഗം ടി.പി. ഹാരിസിനെ തള്ളി ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി. ഹാരിസ് ചെയ്ത പ്രവൃത്തിയെ ഒരു നിലക്കും അംഗീകരിക്കില്ലെന്നും ഏത് അന്വേഷണമായും സഹകരിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഹാരിസ് നടത്തിയെന്ന് പറയപ്പെടുന്ന തട്ടിപ്പിനെ സംബന്ധിച്ച് ജില്ലാ പഞ്ചായത്തിന് മുന്നിൽ രേഖാമൂലം ഒരു പരാതിയും ലഭിച്ചിട്ടില്ല. ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതികളെല്ലാം ടെൻഡർ, പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസി, ഗുണഭോക്തൃ കമ്മിറ്റി എന്നിവ വഴിയാണ് നടന്നുവരുന്നത്. ഇതിൽ ഒരു തരത്തിലും തട്ടിപ്പിന് സാഹചര്യമില്ല. പിന്നെ എങ്ങനെയാണ് ജില്ലാ പഞ്ചായത്ത് ഇക്കാര്യത്തിൽ പ്രതിസ്ഥാനത്ത് വരികയെന്നും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. വിഷയത്തിൽ ആരോപണമുയർന്ന ഘട്ടത്തിൽ തന്നെ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സംയുക്ത സമിതിയുണ്ടാക്കി അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ ക്രമക്കേട് കണ്ടെത്താനായില്ലെന്നും ഭരണസമിതി വിവരിച്ചു. ഹാരിസ് തട്ടിപ്പിന്റെ ഭാഗമാണെന്ന് അറിഞ്ഞതോടെ പാർട്ടി അദ്ദേഹത്തെ നേതൃസ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കിയിരുന്നെന്നും ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഹാരിസാണെന്നും ഭരണസമിതി വിവരിച്ചു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ MK റഫീഖ, ഉപാധ്യക്ഷൻ ഇസ്മായിൽ മൂത്തേടം, സ്ഥിരസമിതി അധ്യക്ഷ സിറീന ഹസീഫ്, അംഗങ്ങളായ PV മനാഫ്, PKC അബ്ദുറഹ്മാൻ എന്നിവർ സംബന്ധിച്ചു. ഹാരിസ് ചെയ്ത പ്രവൃത്തിയെ ഒരിക്കലും ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതി അംഗീകരിക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യുന്നില്ല. പരാതിക്കാർ രേഖാമൂലം അല്ലാതെ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഈ വിഷയം പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും ആയതിന്റെ അടിസ്ഥാനത്തിൽ പ്രഥമദൃഷ്ട്യാ ഹാരിസ് അച്ചടക്ക ലംഘനം നടത്തി എന്നതിന്റെ വെളിച്ചത്തിൽ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുള്ളതുമാണ്. പരാതിക്കാർ SP-ക്ക് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ അന്വേഷണം നടന്നു വരികയാണ്. ജില്ലാ പഞ്ചായത്തിൽ നേരിട്ട് യാതൊരുവിധ പരാതികളും ഈ നിമിഷം വരെ നമുക്ക് ലഭ്യമായിട്ടില്ല. എങ്കിലും ഇപ്പോൾ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണത്തിൽ സർവാത്മക ഞങ്ങൾ ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതി അതിനെ സ്വാഗതം ചെയ്യുന്നു. ഹാരിസ് അപ്രകാരം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആയതിന് നിയമം അനുശാസിക്കുന്ന നടപടികൾക്ക് വിധേയരാകുന്ന വിധത്തിലുള്ള എല്ലാ സഹായങ്ങളും ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് അന്വേഷണത്തിന് ഉണ്ടാകുമെന്നും ഈ സമയത്ത് അറിയിക്കുന്നു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. അമ്മേ, എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടി. അമ്മയ്ക്ക് എന്താ വേണ്ടേ? ഒന്നും വേണ്ടടാ. പറയമ്മേ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, KSF-ൽ ഒരു ചിട്ടി ചേരും. KSF-യോ? ഹായ് വേണുമാമ. എന്താ ഒരു ചിരി? നീ ഇരിക്കുന്ന MNC ജോലിക്കുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചി KSF ചേർന്ന് ഉണ്ടാക്കിയതാ. നിന്നെ കോച്ചിങ്ങിന് വിടാനും പഠിപ്പിക്കാനുള്ള ചേച്ചിയുടെ ധൈര്യം KSF ആയിരുന്നു. KSF-യുടെ പുതിയ ഹാർമണി ചിട്ടിയുണ്ട്, ഉടനെ നീ അതിൽ ചേരണം. KSF ഹാർമണി ചിട്ടികൾ. അമ്മേ, KSF ചിട്ടിയിൽ ഞാൻ ചേർന്നു കേട്ടോ. നന്നായടാ. അമ്മയ്ക്ക് മോനും ഇപ്പോ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട്. KSF ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. KSF, ഈ നാടിന്റെ ധൈര്യം.